ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പെൺകുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന വിവാഹത്തോടുള്ള വിമുഖതയും അതുപോലെ തന്നെ ചൈൽഡ് ലെസ് ആയിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയൊരു ട്രെൻഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഞാൻ ഈ അടുത്ത കാലത്തൊരു കണക്ക് കേൾക്കുവാനിടയായി. അതായത് 2030 ആവുമ്പോഴേക്കും ടോട്ടൽ പെൺകുട്ടികളിൽ 30 വയസ്സായവരിൽ 50% പേര് ചൈൽഡ് ലെസ് ആയിരിക്കുമെന്നുള്ളതാണ്. അതിൽ 50% പേര് ജീവിതകാലം മുഴുവനും ചൈൽഡ് ലെസ് ആയിരിക്കുമെന്നും അതിൽ 90% പേരും ഭാവിയിൽ റിഗ്രറ്റ് ചെയ്യും എന്നാണ് ആ ഒരു പ്രൊജക്ഷനിൽ കാണുന്നത്. അപ്പോൾ അത് വളരെ അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഇത് കുറച്ച് എക്സാജുറേറ്റഡ് ആയിട്ടാണ് ഈ ഒരു പ്രൊജക്ഷൻ പറയുന്നതെങ്കിലും അതൊരു റീസെൻ്റ്ലി നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ആകമാനം ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു പുതിയ ട്രെൻഡിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ എന്തുകൊണ്ടാണ് വിവാഹത്തിൽ നിന്ന് വിവാഹ പേടി പെൺകുട്ടികളിൽ അല്ലെങ്കിൽ ഗാമഫോബിയ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ പാരൻസിൽ പലപ്പോഴും നല്ലൊരു മാരിറ്റൽ ലൈഫ് അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മാരേജസിന് ഹിസ്റ്റോറിക്കലി സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധം ആയിട്ടല്ല പലപ്പോഴും കാണുന്നത്. 2 കുടുംബങ്ങളും 2 റിലേറ്റീവ്സും തമ്മിലുള്ള ഒരു വലിയൊരു സംഭവമായിട്ടാണ് മാരേജ് കാണുന്നത്. ഓക്കെ, മാരേജിന് അതിൻ്റേതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവരുടെ ഇടയിലുള്ള ഒരുപാട് തർക്കങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഐഡിയോളജിക്കലായിട്ടുള്ള ഡിഫറൻസസും എല്ലാം തന്നെ ഈ 2 വ്യക്തികളെ ബാധിക്കുന്നതായിട്ട് ഒരു പരിധിവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇൻലോസിൻ്റെ ഇൻഫ്ലുവൻസാണ്. ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും വൈഫിൻ്റെ ആണെങ്കിലും അവരുടെ പാരൻസ് ഈ ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിനിടയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ, ഇവരുടെ ഡിസിഷൻ മേക്കിങ്ങിനെ സ്വാധീനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫ്രീ ആയിട്ടുള്ള ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഇടയിൽ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺസിക്വൻഷ്യലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പെൺകുട്ടികളുടെ പല പാരൻസിനും നല്ല ഒരു മാരിറ്റൽ ലൈഫ് ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യം. അവർ കണ്ടു വളരുന്നത് അവരുടെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു മാരിറ്റൽ ലൈഫ് ഉള്ളതായിട്ടല്ല. അത് പലപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലിവിങ് ആയിട്ടുള്ള എക്സാമ്പിൾ ഇല്ലാത്തത് മാരിറ്റൽ ലൈഫിൽ നിന്ന് മാറി ചിന്തിക്കുന്നതിന് പെൺകുട്ടികളെ നമ്മളെ നാട്ടിൽ സ്വാധീനിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴൊക്കെ തന്നെ പാരൻസ് പലപ്പോഴും പെൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത് മാരേജിനേക്കാൾ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെക്കാൾ അല്ലെങ്കിൽ കുടുംബജീവിതത്തെക്കാൾ കൂടുതൽ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കും കരിയറിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. കരിയറിനും അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, വിദ്യാഭ്യാസത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതിൻ്റേതായ പ്രയോറിറ്റിയിൽ അതിൻ്റേതായ പ്ലേസിൽ അതിന് പ്രാധാന്യമുണ്ട്. പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു ഫുൾഫിൽമെൻറ്റും മീനിങ്ങും കണ്ടെത്തുന്നതിനുള്ള ഹയ്യസ്റ്റ് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി ക്രോസ് കൾച്ചറലി വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്, കണ്ടെത്തിയിരിക്കുന്നത്, ഫാക്ച്വലായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മാരേജും ഫാമിലിയും തന്നെയാണ്. കരിയർ എന്ന് പറയുന്നത് സെക്കൻഡറി സോഴ്സ് ഓഫ് മീനിങ്ങും ഫുൾഫിൽമെൻറ്റുമാണ് ആക്ച്വലി ലൈഫിൽ എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുക അതിന് കോൺട്രറി ആയിട്ടാണ് ആക്ച്വലി പാരൻസ് കരിയറിനും എഡ്യൂക്കേഷനും അതിനേക്കാളേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പെൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, അവർ ഈ മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ വളരെ ഡീമോണിക്കായിട്ട് കാണുകയും വളരെ ഒരു ദുരന്തം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു എൻ്റർപ്രൈസസ് ആയിട്ട് കാണുകയും അതിനോടുള്ളൊരു അവേർഷൻ അവർക്ക് ചെറുപ്പത്തിലെ തന്നെ ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതിനുശേഷം അവർ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്നു. അവിടെ ഇൻഡോക്ട്രിനേഷൻ ഡീമോണിക് ആയിട്ടുള്ള മാരേജ് ഭയങ്കര ഡീമോണിക്കാണ്, അല്ലെങ്കിൽ ഡിവാസ്റ്റേറ്റിംഗ് ആണ്, ഡിസ്ട്രക്റ്റിംഗ് ആണ്, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യണമെന്നാണ് പലരെയും പഠിപ്പിച്ച് വളർത്തുന്നത്. ഇൻഡിപെൻഡൻ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി ഇൻഡിപെൻഡൻറ്റ് ഫ്രം വാട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇൻഡിപെൻഡൻറ്റ് ഫ്രം സ്പൗസ് എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാരേജ് ചെയ്യുന്നതുകൊണ്ടൊരു പ്രയോജനമില്ല. ആക്ച്വലി വളരെ ഇൻ്റർ ഡിപ്പെൻഡഡ് ആയിട്ട്
ലൈഫ് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ കൾച്ചറലി അല്ലെങ്കിൽ റിലീജിയസ്ലി ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, നമ്മൾ ഹിസ്റ്റോറിക്കലി ഒരു സിവിലൈസേഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി ഇന്നത്തെ സാഹചര്യത്തിലേക്ക് ഇവോൾവ് ചെയ്ത് വരുന്നതിന് വലിയ രീതിയിലുള്ളൊരു കോൺട്രിബ്യൂഷനാണ് എല്ലാ കൾച്ചറിലും മാരേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് മോഡേൺ 1960-ക്ക് ശേഷം അല്ലെങ്കിൽ 1990-ക്ക് ശേഷം വന്നിരിക്കുന്ന ചില മൂവ്മെൻറ്റുകൾ കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ മുഴുവനും ആൾക്കാർക്ക് ദ്രോഹമാണ്, പ്രത്യേകിച്ച് സ്ത്രീകളെ ഭയങ്കരമായിട്ട് ദ്രോഹം ചെയ്തു എന്നുള്ള വളരെ തെറ്റായിട്ടുള്ള പച്ചക്കള്ളം പറഞ്ഞ് പരത്തുന്ന രീതിയിലുള്ള സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൂടുതലും കാണുന്നത്. അപ്പോൾ അത് യങ്ങറായിട്ടുള്ള ഫീമെയിൽസിനെ വളരെയേറെ സ്വാധീനിക്കുന്നതായിട്ടാണ് നമ്മളതിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് കഴിയുക. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാരേജിന് അതിൻ്റേതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ള റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് യങ്ങർ ജനറേഷനെ അത്തരത്തിൽ പഠിപ്പിക്കുകയും അത്തരത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതേ പാരൻസ് പെൺകുട്ടികൾ 25 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാനുള്ള താല്പര്യം കാണിക്കാതെ വരുമ്പോൾ വലിയ രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആവുകയും ഡിസപ്പോയിൻറ്റഡ് ആവുകയും ചെയ്യുന്ന സാഹചര്യം നമുക്കിന്ന് കാണാനായിട്ട് കഴിയും. ധാരാളം പെൺകുട്ടികളുടെ പാരൻസ് ഇപ്പോൾ പെൺകുട്ടികൾ മാരേജ് ചെയ്യാൻ വില്ലിങ് അല്ല എന്നുള്ളത് കാരണം വളരെ നിരാശയിലും അതുപോലെ തന്നെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടും ഫ്രസ്ട്രേഷനിലും നമുക്ക് ചുറ്റും കാണാനായിട്ട് കഴിയും. ധാരാളം കേസുകൾ എനിക്കറിയാവുന്നതായിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന നറേറ്റീവ് ഹെൽപ്ഫുള്ളാണോ, അത് നമ്മളെ ലൈഫ് ബെറ്റർ ആക്കുന്നതാണോ എന്നുള്ളത് ക്രിട്ടിക്കലി നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ ഇൻ്റലക്ച്വലായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആൾക്കാർ കുറേ കൂടെ ചിന്തിക്കുകയും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യും. നമ്മുടെ സൊസൈറ്റിയെ കുറേ കൂടെ ബെറ്ററായിട്ട് ഗൈഡ് ചെയ്ത് മുന്നോട്ട് വന്നില്ലെങ്കിൽ വളരെ ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള കോൺസിക്വൻസ്, അത് ഇൻഫെർട്ടിലിറ്റി കേസുകൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നതാണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റായിട്ട് വിസിബിളായിട്ട് ആദ്യം കാണാൻ കഴിയുന്ന ഒരു സിംറ്റമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. മറ്റ് കോൺസിക്വൻസസ് പിറകെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാരേജിനും ഫാമിലിക്കും അതിൻ്റേതായ സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ സൊസൈറ്റി വീണ്ടും മനസ്സിലാക്കേണ്ടതും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുമായിട്ടുള്ള ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു സൊസൈറ്റി, ഹാർമോണിയസ് ആയിട്ടുള്ള സൊസൈറ്റി നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച്.